ഹായ് മക്കളെ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ചാപ്റ്ററിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യല്ലേ. എടാ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ച് കഴിഞ്ഞിട്ട് മതി കേട്ടോ ബാക്കിയുള്ള ഏതൊരു ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്തത്. സോ കഴിഞ്ഞ ഒരു 5 to 6 years PYQs നോക്കുകയാണെങ്കിൽ അതിൽ റിപ്പീറ്റായി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഏറ്റവും ആദ്യം ഏതായിരിക്കും? ടോർക്കുമായി ബന്ധപ്പെട്ട ചോദ്യമല്ലേ. ഒന്ന് നോക്കിയേ. വാട്ട് ഈസ് ദ റൊട്ടേഷൻ അൺലോഗ് ഓഫ് ഫോഴ്സ്? എടാ എന്താ റൊട്ടേഷൻ അൺലോഗ് ഓഫ് ഫോഴ്സ്? ഫോഴ്സ് ഉണ്ടാക്കുന്ന റൊട്ടേഷൻ എഫക്റ്റിനെ അല്ലെങ്കിൽ റൊട്ടേഷൻ അൺലോഗിനെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് ടോർക്ക്. എന്നാൽ ടോന്റെ ഇക്വേഷൻ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്നെങ്കിൽ ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ ടോ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നുള്ള രണ്ട് ഇക്വേഷൻസും എഴുതാൻ പറ്റും. സർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേപോലെ ഒരു ഡോർ ആണെങ്കിൽ ആ ഡോറിലേക്ക് നമ്മൾ ഫോഴ്സ് ഇതേപോലെ ഒരു ആർ ഡിസ്റ്റൻസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ കൊടുക്കുന്നെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്? രണ്ടാമത്തെ ഇക്വേഷൻ. എന്നാൽ ജനറൽ ആയ ഇക്വേഷൻ ആണ് ആർ ഇൻറ്റു എഫ് ഇൻറ്റു സൈൻ തീറ്റ. സെറ്റ് അല്ലേ? നേരെ അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കാം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്ലോസ് ഓർ ഓപ്പൺ എ ഡോർ ബൈ അപ്ലൈയിങ് ദ ഫോഴ്സ് അറ്റ് ദ ഹിഞ്ചസ്. എന്തുകൊണ്ടാണ്? എടാ നമ്മൾ ഏതൊരു ഡോറിലേക്കും നമ്മൾ ആ ഹിഞ്ചിലേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നെങ്കിൽ ആ ഡോർ തുറക്കൂല. അത് ഉറപ്പല്ലേ? കാരണം എന്താ? ടോ ഇസ് ഈക്വൽ ടു എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഹിഞ്ചിലാണ് ഫോഴ്സ് കൊടുക്കുന്നെങ്കിൽ ആറിന്റെ വാല്യൂ എത്രയാ? 0. അപ്പൊ ടോർക്കിന്റെ വാല്യൂ എത്രയാ? 0. അപ്പൊ പിന്നെ തുറക്കൂ രാമൻകുട്ടി ഇല്ല. റൊട്ടേഷൻ എഫക്റ്റ് ഉണ്ടോ? നെഹി എന്ന് വെച്ചാൽ നെഹി. സോ അങ്ങനെയാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മറ്റു ശ്രദ്ധിച്ചോ. എടാ ഹിഞ്ചസിൽ നിന്നും എപ്പോഴും മാക്സിമം അകലത്തിലായിരിക്കും നിങ്ങൾ എപ്പോഴും എന്ത് വെച്ചിരിക്കുന്നത്? പിടി വെച്ചിരിക്കുന്നത്. ഇതിനെ മറ്റൊരു ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാം. എന്തുകൊണ്ടാണ് ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസിൽ വെക്കാനുള്ള കാരണം? മാക്സിമം ഡിസ്റ്റൻസിലാണ് നമ്മൾ ഹാൻഡിൽ വെക്കുമ്പോൾ അവിടെ ആറിന്റെ വാല്യൂ എന്താവുന്നുണ്ട്? മാക്സിമം ആവുന്നുണ്ട്. എടാ ടോർക്ക് മിനിമം ആവണമെങ്കിൽ ഒന്നെങ്കിൽ എഫ് ആറും മിനിമം ആവണം. അതേപോലെ ടോർക്ക് മാക്സിമം ആവണമെങ്കിൽ ഒന്നെങ്കിൽ എഫ് മാക്സിമം ആവണം അല്ലെങ്കിൽ ആറ് മാക്സിമം ആവണം. എഫ് മാക്സിമം ബാഹുബലിനെ കൊണ്ട് ഒതുക്കേണ്ടി വരും. നമ്മളെ കൊണ്ട് പറ്റൂല സാറേ. പിന്നെ എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? ആറ് മാക്സിമം ആക്കാം. സോ ആറ് മാക്സിമം ആക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും സാറേ? ടോർക്ക് മാക്സിമം ആവാൻ പറ്റും. ഐഡിയ കിട്ടിയോ? സോ ടോർക്കിന്റെ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ കൺസെപ്റ്റ് തന്നെ മാക്സിമം ടോർക്കും മിനിമം ടോർക്കും ഒരു ന്യൂമറിക്കലായി ചോദിച്ചു കഴിഞ്ഞാലോ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ മാക്സിമം ആൻഡ് ദ മിനിമം ടോർക്ക്? എടാ ടോർക്കിന്റെ പാരന്റ് ഇക്വേഷൻ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ടോർക്ക് മാക്സിമം ആവണമെങ്കിൽ ആരൊക്കെ മാക്സിമം ആവണം? ഒന്നെങ്കിൽ ഫോഴ്സ് മാക്സിമം ആവണം അല്ലെങ്കിൽ ആറ് മാക്സിമം ആവണം അല്ലേ? എന്നാൽ ഇതേപോലെ ടോർക്ക് മിനിമം ആവണമെങ്കിലോ ഒന്നെങ്കിൽ ഫോഴ്സ് മിനിമം ആവണം അല്ലെങ്കിൽ ആറ് മിനിമം ആവണം. എന്നാൽ ഈ ഇക്വേഷന്റെ പകരമായിട്ട് നമുക്കൊരു ജനറൽ ഇക്വേഷൻ നോക്കിയാലോ? ഏത്? ഞാൻ ആദ്യം പറഞ്ഞ ഇക്വേഷൻ ആർ ക്രോസ് എഫ് അല്ലെങ്കിൽ ആർ എഫ് സൈൻ തീറ്റ. അങ്ങനെയാകുമ്പോൾ ടോർക്കിന്റെ പാരന്റ് ഇക്വേഷൻ എന്താ? ആർ ഇൻറ്റു എഫ് ഇൻറ്റു സൈൻ തീറ്റ. സത്യം പറഞ്ഞ കൺസെപ്റ്റ് എന്താ? ഈ തീറ്റയുടെ വാല്യൂ 90 ആവുമ്പോഴല്ലേ എഫ് ആറും പെർപെൻഡിക്കുലർ ആവുന്നത്? അപ്പോഴല്ലേ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടുന്നത്? അപ്പൊ നോക്കിയേ, ടോർക്ക് മാക്സിമം ആവണമെങ്കിൽ ഇതെനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഒന്നെങ്കിൽ സർ എന്ത് ആറ് മാക്സിമം ആവണം, അല്ലെങ്കിൽ സർ എഫ് മാക്സിമം ആവണം ബാഹുബലി, അല്ലെങ്കിൽ സർ സൈൻ തീറ്റ എന്താവണം? മാക്സിമം 1 ആവണം. സൈൻ തീറ്റ മാക്സിമം ആവണമെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയായേ പറ്റൂ? 90 ഡിഗ്രി ആയേ പറ്റൂ. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർ ഇൻറ്റു ടോ മാക്സിമം ടോർക്കിന്റെ വാല്യൂ ആർ ഇൻറ്റു എഫ് ഇൻറ്റു സൈൻ 90. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു എന്ത് കിട്ടി? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ ടോർക്കിന്റെ മാക്സിമം ഇക്വേഷനാണ്. അപ്പൊ മിനിമം ടോർക്കിന്റെ വാല്യൂ എത്രയ്ക്കോ? ഒന്ന് നോക്കണ്ട, തള്ളിക്കോ. 0 കിട്ടിയെങ്കിൽ ഡൗട്ട് ഉണ്ടോ? ചെയ്ത് നോക്കിയല്ലേ നമുക്ക്. എടാ മിനിമം ടോർക്ക് ആവണമെങ്കിൽ വീണ്ടും എന്താ? ഒന്നുകിൽ ആറ് മിനിമം ആവണം അല്ലെങ്കിൽ 0. അതേപോലെ ഫോഴ്സ് മിനിമം ആവണം. എത്രയാ ഫോഴ്സിന് മിനിമം വാല്യൂ? സാറേ ഉണ്ടാതിരുന്നാൽ പോരെ? ഉണ്ടാതിരുന്നാൽ മതി. എത്രയാ? 0. അല്ലെങ്കിൽ നമ്മുടെ സൈൻ തീറ്റയുടെ വാല്യൂ എന്താവണം? 0 ആവണം. സൈൻ തീറ്റ 0 ആവണമെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയായാൽ മതി? വിച്ച് ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ടോർക്ക് മിനിമം വാല്യൂ മിനിമം ടോർക്ക് ഈസ് ഈക്വൽ ടു എത്രയാടാ? വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ കിട്ടിയില്ലേ? ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ടൈപ്പും കഴിഞ്ഞു. ഒരൊറ്റ ക്വസ്റ്റ്യൻ ഒഴികെ. ഇതാണ് നമ്മുടെ ആർ ക്രോസ് എഫുമായി ബന്ധപ്പെട്ട ഒരു ജനറൽ ക്വസ്റ്റ്യൻ. ഒന്ന് വായിച്ചു നോക്കിയടാ. വാട്ട് ഈസ് ദ ടോർക്ക് ഓഫ് എ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു 2i ക്യാപ് മൈനസ് 5j ക്യാപ് പ്ലസ് 4k ക്യാപ് ആക്ടിംഗ് അറ്റ് എ പോയിന്റ് ആർ ഇസ് ഈക്വൽ ടു 3i ക്യാപ് പ്ലസ് 3j ക്യാപ് പ്ലസ് 3k ക്യാപ്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. എടാ തൊട്ടുമുള്ള ചോദ്യങ്ങൾ മൊത്തം ടോർക്കിന്റെ കൺസെപ്ച്വൽ പരമായിട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് നമ്മൾ എങ്ങനെ രണ്ട് വെക്ടേഴ്സിനെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാം? ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ്. സോ അങ്ങനെ ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ഇതേപോലെ രണ്ട് വര വരയ്ക്കാം. എന്നിട്ട് 3 റോസുകൾ എഴുതാം. ഏറ്റവും ആദ്യത്തെ റോല് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് എഴുതാം. രണ്ടാമത്തെ റോല് നമ്മുടെ പാരന്റ് ഇക്വേഷൻ എന്താ? എന്റെ സാറുമാരെന്ന് പറഞ്ഞ ടോ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ആർ ക്രോസ് എഫ്. എന്നാൽ ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫിലെ ഈ ഫസ്റ്റ് ആർ ക്രോസ് എഫിലെ ഫസ്റ്റ് ടേം ഏതാ സാറേ? ആർ അല്ലേ? ആ ആറിന്റെ ഐയും ജെന്റെയും കെന്റെയും കൂടെയുള്ള വാല്യൂസ് രണ്ടാമത്തെ റോൾ എഴുതാം. ആരാ? ആറിന്റെ
IJK കൂടെയുള്ള വാല്യൂസ് 3 3 3 ഇതേപോലെ 3 3 3 എഴുതാം. ഇനി അടുത്ത ഇക്വേഷൻ ഏതാ, അടുത്ത ടേം ഏതാ, എഫ് അല്ലേ. എഫിന്റെ IJK കൂടെയുള്ള ആൾക്ക് ആരൊക്കെയാ, 2 - 5 4. സോ നേരെ എഴുതിക്കോളൂ 2 - 5 4. ഐഡി കിട്ടി. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടോ ഇസ് ഈക്വൽ ടു R ക്രോസ് എഫ് കണ്ടെത്തണമെങ്കിൽ ടോ ഇസ് ഈക്വൽ ടു ഏറ്റവും ആദ്യം ഐ ക്യാപ്പ് ഉള്ള റോയും അതേപോലെ ഐ ക്യാപ്പ് ഉള്ള കോളും അങ്ങ് ഡിലീറ്റ് ചെയ്യാം. അതായത് ഐ ക്യാപ്പ് ഉള്ള റോയും ഐ ക്യാപ്പ് ഉള്ള കോളും ഡിലീറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് 4 നമ്പേഴ്സല്ലേ കിട്ടുക. ഏതൊക്കെയാ, 3 3 - 5 4. അതിന് നിങ്ങൾ 3 × 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് നേരെ തിരിച്ച് -3 × -5. അത് ഡിഫോൾട്ടാണ്. എപ്പോഴും ഇങ്ങനെ വെച്ചാൽ മതി. ഏത് ആ ഐ ക്യാപ്പിന്റെ കൂടെയുള്ള ആളാവട്ടെ ജെ ക്യാപ്പിന്റെ കൂടെയുള്ള ആളാവട്ടെ ആ ഐയോ ജെയോ കെയോ ഉള്ള റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാക്കി 4 നമ്പേഴ്സ് ഉണ്ടാവും. ആ 4 നമ്പേഴ്സിനെ ആദ്യം ഇങ്ങനെ വെട്ടിക്കോ, മൈനസ് ഇങ്ങനെ വെട്ടിക്കോ, അത്രേ ഉള്ളൂ. ഇവിടുന്ന് തന്നെ വെട്ടാൻ തുടങ്ങണം, മൈനസ് ഇങ്ങനെ തന്നെ വെട്ടണം. അപ്പൊ നോക്കിയേ, 3 × 4 മൈനസ് ഡിഫോൾട്ട് ആണ് 3 × -5. സോ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും, ഐ ക്യാപ്പ് ഇൻറ്റു എത്രയാണ് 3 × 4 മൈനസ് എത്ര കിട്ടും, 3 × -5. ഇനി എപ്പോഴും ജെ ക്യാപ്പിന്റെ കൂടെ മൈനസ് ഉണ്ടാവും, അത് ഡിഫോൾട്ട് സെറ്റിംഗ് ആണ്. ഇത് ആക്ച്വലി മാത്സിലൊരു ഓപ്പറേഷൻ ആണ്, ഫിസിക്സ് അവിടെ എടുത്തുന്നുള്ളൂ, അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിപ്പിക്കുന്ന കേട്ടോ. മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു സർ ജെ ക്യാപ്പ് ഉള്ള റോ ഏതാ സർ, ഇത് ജെ ക്യാപ്പ് ഉള്ള കോൾ ഏതാ സാറേ, ഇത്. അപ്പൊ ബാക്കി ഏതൊക്കെ നമ്പേഴ്സാ, ഇവൻ 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 ഇവൻ. എടാ സെറ്റ് അല്ലേ. അപ്പൊ ആ 4 നമ്പേഴ്സിനെ ആദ്യം വെട്ടിക്കോ, എത്രയാ 3 × 4. നേരെ തിരിച്ചു വെട്ടിക്കോ, മൈനസ് എത്ര കിട്ടും, 3 × 2. ആ സെറ്റ്. സർ ഒരാളും കൂടിയുണ്ട്, ആരാ, കെ ക്യാപ്പ്. അപ്പൊ വെട്ടിക്കോ മച്ചാനെ, റോയും കോളവും ബാക്കി എന്തൊക്കെയുള്ളത്, ഈ 4 നമ്പേഴ്സ് വെട്ടിക്കോ. 3 × എനിക്ക് -5 കിട്ടും. എടാ മൈനസ് എത്രയാ, 3 × 2. ഇത്രയേ ഉള്ളൂ. ഇനി നേരെ ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എടാ ടോ ഇസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് സാറേ കിട്ടുക, എടാ ഐ ക്യാപ്പ് ഇൻറ്റു എത്ര, 3 × 4 എത്ര, 12 അല്ലേ. സോ 12 -3 × -5 അത് നമുക്ക് എത്ര കിട്ടുക, -15. സോ 12 -15 പ്ലസ് ആവും. അതിനെ മാറ്റി സ്റ്റെപ്പിലേക്ക് ചെയ്താം. പിന്നെ ജെ ക്യാപ്പിന്റെ കൂടെ ജന്മനെയുള്ള മൈനസ് ഇൻറ്റു എത്രയാ, 3 × 4 12 -3 × 2 എത്രയാ സർ, 6 പ്ലസ് കെ ക്യാപ്പ് അവന്റെ കൂടെ ജന്മത്തിലെ പ്ലസ് ഉണ്ട്, പ്ലസ് 3 × -5 വിച്ച് ഈസ് -15 -3 × 2 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാ, -6. എടാ ഇത്രയേ ഉള്ളൂ. ഇനി നേരെ വാല്യൂ ഇത് അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പ്രോബ്ലത്തിന്റെ ഗുണം എന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും ഇതേ മെത്തേഡാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും കെയർ എടുക്കണേ. ഇനി തിരിച്ചു വരാം. അപ്പോൾ ടോന്റെ വാല്യൂ നമുക്ക് എഴുതാം. എത്രയാണ്, 12 -15 എത്രയാ, വെരി ഗുഡ്, 27 ഐ ക്യാപ്പ്. 12 - 6 എത്രയാ, -6. സോ -6 × ജെ ക്യാപ്പ്. 15 - 6 എത്രയാ, -21. സോ ആ മൈനസ് ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -21 × നമുക്ക് എത്ര കിട്ടും, കെ ക്യാപ്പ്. ആയി വാ സെറ്റ്. അത്രയേ ഉള്ളൂ. സോ ടോന്റെ വാല്യൂസറെ നമുക്ക് എന്തായിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഉഷാറല്ലേ. സോ ഇങ്ങനെ നമുക്ക് ടോർക്കിന്റെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എ കപ്പിൾ പ്രൊഡ്യൂസസ് ഡാഷ് മോഷൻ. എന്താണ് കപ്പിൾ എന്ന് വെച്ചാൽ, ഒരു സ്റ്റിയറിംഗ് വീൽ റൊട്ടേറ്റ് ചെയ്യട്ടെ. അതേപോലെ വേണമെങ്കിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു മൂടി, ഒരു ചെറിയൊരു ബോട്ടിലിന്റെ മൂടി തുറക്കുന്നതാവട്ടെ, ഓപ്പണിംഗ് ഓഫ് എ ക്യാപ്പ്, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് രീതിയിൽ പറയാൻ പറ്റും, നമ്മുടെ സ്റ്റിയറിംഗ് വീൽ റൊട്ടേഷൻ ആവട്ടെ. ഇതെല്ലാം ബേസിക്കലി സംഭവിക്കുന്നത് ഒരു ഈക്വൽ ഫോഴ്സസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്നതാണ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്. അങ്ങനെയുള്ള ആ ടൈപ്പ് ഫോഴ്സസ് നേരെ കൊടുക്കുമ്പോൾ ആ ബോഡിയിൽ റൊട്ടേഷൻ എഫക്റ്റ് ഉണ്ടാക്കുന്നു, ട്രാൻസ്ലേഷൻ എഫക്റ്റ് ഉണ്ടാക്കുന്നില്ല. അതിനെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് കപ്പിൾ. എടാ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു തിയറി പറഞ്ഞാണ്. സോ ആൻസർ നമുക്ക് എന്ത് കിട്ടും, ട്രാൻസ്ലേഷൻ നെഹി എന്ന് വെച്ചാൽ നെഹി. സോ ദ ആൻസർ ഗോസ് ടു എത്രയാണ്, റൊട്ടേഷൻ. അടിപൊളിയല്ലേ. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ദ മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം ഈസ് കോൾഡ്. എന്താ ലീനിയർ മൊമെന്റം ഉണ്ടാക്കുന്ന കറക്കം, അതാ ചോദിച്ചത്. എടാ ഫോഴ്സ് ഉണ്ടാക്കുന്ന കറക്കത്തെ നമ്മൾ പറയുന്ന പേരായിരുന്നു R ക്രോസ് F. അതിനെ നമ്മൾ പറയുന്ന പേരായിരുന്നു എന്ത്, ടോർക്ക് എന്ന് വെച്ചാൽ. അതിനാ സാർ ഇവിടെ പറഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഇക്വേഷൻ കൂളായിട്ട് കിട്ടും. അതേപോലെ ലീനിയർ മൊമെന്റം ഉണ്ടാക്കുന്ന കറക്കത്തെ R ക്രോസ് F ആണ് ഫോഴ്സ് ഉണ്ടാക്കുന്ന കറക്കമെങ്കിൽ ലീനിയർ മൊമെന്റം ഉണ്ടാക്കുന്ന കറക്കത്തെ എനിക്ക് R ക്രോസ് P എന്ന് പറയാം. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ആംഗുലാർ മൊമെന്റം, അല്ലെങ്കിൽ L എന്ന് വെച്ചാൽ. ഒരു ചില ടെക്നിക്ക് പറയാം. ജനറലി ചില ക്വാണ്ടിറ്റീസിന് മാത്രമാണ് ഇതേപോലത്തെ ക്വാണ്ടിറ്റീസിന് അത് റൊട്ടേഷൻ മോഷൻ ആണെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ ആംഗുലാർ എന്നുണ്ടാവും. നോക്കിയേ, ലീനിയർ മൊമെന്റം ട്രാൻസ്ലേഷൻ മോഷനിൽ, റൊട്ടേഷൻ മോഷനിൽ ആംഗുലാർ മൊമെന്റം. ഐഡിയ കിട്ടിയോ? അപ്പൊ അങ്ങനെ കുറച്ച് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ ആൻസർ കിട്ടി L ക്രോസ് P. സോ ഇത് മറ്റു രീതിയിൽ പറയാൻ പറ്റും. ലീനിയർ മൊമെന്റം ഉണ്ടാക്കുന്ന കറക്കം റൊട്ടേഷൻ അൺലോഗിനെ നമുക്ക് എന്തെന്ന് പറയാം, ആംഗുലാർ മൊമെന്റം എന്ന് പറയാം. എന്നാൽ എന്തായിരിക്കും യൂണിറ്റ് എന്ന് വെച്ചാൽ, എന്തായിരിക്കും യൂണിറ്റ്? എടാ R ക്രോസ് P അല്ലേ, അല്ലെങ്കിൽ RP സൈൻ തീറ്റ അല്ലേ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആംഗുലാർ മൊമെന്റത്തിന് SI യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ R യൂണിറ്റ് മീറ്റർ ആണ്, ലീനിയർ മൊമെന്റത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, കിലോഗ്രാം മീറ്റർ ഇൻറ്റു മീറ്ററും ഒന്നിച്ചു എത്ര കിട്ടും, മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്.
ഐഡിയ സെറ്റായി, നേരെ പിടിക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിൽ വരുന്ന ഒരേ ഒരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ, പിന്നെ ഒരു കൈനറ്റിക് എനർജി, ആകെ 2 സ്റ്റെപ്പ് ഡെറിവേഷൻ ഉണ്ട്. ഇത് വെരി 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 ഇമ്പോർട്ടൻറ്റ് മക്കളെ. ഇതും അതേപോലെ ഈ ചാപ്റ്ററിൽ നിർബന്ധമായി പഠിക്കേണ്ട സാധനം. ഇന്ന പിടിച്ചോ, ഇങ്ങനെയാക്കുന്നു എന്ത് സംഭവിക്കും? അത് തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഇന്നടാ പിടിച്ചോ. ആംഗുലാർ മൊമെന്റം ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ഈസ് L is equal to R cross P. Using this relation, arrive at the equation dl by dt is equal to τ. അതായത് dl by dt is equal to τ എന്നുള്ള വാക്ക് ചിലപ്പോൾ വേറെ രീതി ചോദിക്കാം. d by dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആരെയാ മാറുന്നത്? L. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ഇസ് ഈക്വൽ ടു എന്ത് കിട്ടണം? ടോർക്ക് എന്ന് കിട്ടിയാൽ മതി. എടാ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? എല്ലിന്റെ ഇക്വേഷൻ സർ ആർ ക്രോസ് പി അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ എല്ലിന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കുന്നു? ആർ ക്രോസ് പി കൊടുക്കുന്നു. എടാ 2 വെക്ടേഴ്സ് ക്രോസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട കാര്യം, ആദ്യം ഒരാളെ പുറത്തെടുത്ത് രണ്ടാമത്തെ ആൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പ്ലസ് നേരെ തിരിച്ച് രണ്ടാമത്തെ ആളെ പുറത്തെടുത്ത് ആദ്യത്തെ ആളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആരെയും പുറത്തെടുക്കാൻ പറ്റും. ഒരാൾ പോസ്റ്റായി നിൽക്കണം, എന്നിട്ട് ഒരാളെ മാത്രം നേരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പ്ലസ് നേരെ തിരിച്ച് പോസ്റ്റായ ആൾ നേരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ആൾ എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. ഐഡിയ മനസ്സിലായോ? ഒന്ന് ചെയ്ത് നോക്കാം. എടാ ആർ ക്രോസ് പി ആണെങ്കിൽ നമുക്ക് ആദ്യം ആദ്യത്തെ ആളെ പുറത്തെടുക്കുന്നു, ആർ ക്രോസ് രണ്ടാമത്തെ ആൾ പി അല്ലേ, അതിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ എത്രയാണ്? ഡി പി ബൈ ഡി ടി പ്ലസ് ഇനി രണ്ടാമത്തെ ആളെ പുറത്തെടുക്കാം. ആരാ? പി എൽ എസ് സർ. ഓക്കെ, പ്ലസ് ആദ്യത്തെ ആളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എത്രയാ? ഡി ആർ ബൈ ഡി ടി സർ ഡിഫറൻഷിയേറ്റ് ചെയ്യും. എടാ മടിയന്മാരാണെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചല്ലോ കേട്ടോ, ഇയാളെ നേരെ പിടിച്ച് 0 അങ്ങ് പറഞ്ഞാൽ മതി. സാറേ കൗതുക ലേശം കൂടുതലാണ്, എങ്ങനെയാ ഒന്ന് പറഞ്ഞു തരണം? ഞാൻ കാണിച്ചു തരാം. എടാ പി എന്ന് വെച്ചാൽ ലീനിയർ മൊമെന്റ് അല്ലേ? ലീനിയർ മൊമെന്റിന്റെ ഇക്വേഷൻ എന്താ സർ? മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, ക്രോസ് ഡി ആർ ബൈ ഡി ടി. എന്താ ഡി ആർ ബൈ ഡി ടി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. എന്താ? വെലോസിറ്റി. നോക്കിയേ, വി ക്രോസ് വി. 2 വെക്ടേഴ്സ് ക്രോസ് പ്രൊഡക്റ്റ്, 2 വിയും ഈക്വൽ വെക്ടേഴ്സ് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ എന്താ കിട്ടുക? 0. അതെങ്ങനെയാ? എടാ 2 ഈക്വൽ വെക്ടേഴ്സ് എന്ന് വെച്ചാൽ വി ക്രോസ് വി, വി ഇൻറ്റു സൈൻ തീറ്റ. ഈക്വൽ ആയാൽ ആംഗിൾ 0 ഡിഗ്രി അല്ലേ? ഒരേ ഡയറക്ഷൻ അല്ലേ? വി ഇൻറ്റു സൈൻ 0. എത്ര? ആനമുട്ട കോഴിമുട്ട കാടമുട്ട. സോ ദ ആൻസർ ഗോസ് ടു നമുക്ക് എത്ര കിട്ടും? 0. അങ്ങനെയാണ് ഈ ടോട്ടൽ ടേം എന്തായിട്ട് പോകുന്നത്? 0 ആയിട്ട് പോകുന്നത്. എടാ അപ്പം നമുക്ക് അങ്ങനെ എഴുതാൻ മതി, നേരെ എഴുതിയാലും മതി. ബട്ട് ബെസ്റ്റ് ഈസ് ഇത് എഴുതി കഴിഞ്ഞാൽ എപ്പോഴും മാർക്ക് കിട്ടുന്ന ഉറപ്പിക്കാം. ഇനി നേരെ തിരിച്ചു വരാം. അപ്പോൾ എടാ ഡി എൽ ബൈ ഡി ടി ഈസ്, അപ്പോൾ സർ ഡി എൽ ബൈ ഡി ടി നേരെ പറയുന്നു ആർ ക്രോസ് അല്ല, ഈ രണ്ടാമത്തെ ആളെ പരിചയം ഡി പി ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം. എത്രയാ? വെരി ഗുഡ്, എഫ്. ഇയാളെ പരിചയം ഉണ്ടോ? മറക്കാൻ പറ്റുമോ? എന്താ? ആർ ക്രോസ് എഫ്, ആർ ഓഫ് സൈൻ തീറ്റ, നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ടോർക്ക്. സോ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ആംഗുലാർ മൊമെന്റം ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് പറയാൻ പറ്റുമടാ? ടോർക്ക് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ടോ. ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാൻ ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ഇസ് ഈക്വൽ ടോർക്ക്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഇസ് ഈക്വൽ ടു എന്തായിരുന്നടാ? അത് ലോസ് ഓഫ് മോഷനിൽ ഫോഴ്സ്. ഐഡിക്കട്ടെ മക്കളെ, നേരെ പിടിച്ചോ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗം, ദാറ്റ് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആൻഡ് ദ ഫാക്ടേഴ്സ്. എന്താ മൊമെന്റ് ഓഫ് ഇനേഷ്യ? ഒരു ബോഡിയെ നമ്മൾ കറക്കാൻ ശ്രമിക്കുമ്പോൾ ആ കറക്കത്തിനുള്ള ആ ബോഡിയുടെ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ അതിന് സ്വമേധയ ഒരിക്കലും നിൽപ്പിന് കറങ്ങാൻ പറ്റൂല, അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് നിൽക്കാൻ പറ്റൂല. ഒരു ടോർക്കിന്റെ ഹെൽപ്പ് എപ്പോഴും വേണം. അങ്ങനെ ആ ബോഡിയുടെ ഇന്നെബിലിറ്റിയാണ്, അല്ലെങ്കിൽ ആ ബോഡിയുടെ റെസിസ്റ്റൻസ് ടു റൊട്ടേഷൻ ആണ്, കറക്കത്തിനോട് അതിന്റെ പ്രതിരോധത്തെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് റൊട്ടേഷണൽ അനലോഗ് ഓഫ് എന്തെന്ന് പറയാൻ പറ്റും? മാസ് എന്ന് പറയാൻ പറ്റും. എന്നാൽ ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഇതൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം. എടാ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, അതിന്റെ മാസ് കൂടുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് കൂടും. സോ ഫസ്റ്റ് ഫാക്ടർ എന്തായിരിക്കും? അതാണ് ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. സോ സർ എനിക്ക് എന്ത് പറയാൻ പറ്റും? അതിന്റെ ഫസ്റ്റ് ഫാക്ടർ പറയുകയാണെങ്കിൽ അതിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ആദ്യത്തെ ഫാക്ടേഴ്സ്. രണ്ടാമത്തത് സർ, നിങ്ങൾ ആ സാധനത്തിനെ കറക്കുമ്പോൾ അതിന്റെ ആക്സിനെ ഡിപ്പെൻഡ് ചെയ്യൂലേ? ആക്സിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ആ കറക്കുന്ന ആക്സിസ് ഓഫ് റൊട്ടേഷനെ നിങ്ങൾ എന്താക്കുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഒരേ മാസും ഒരേ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണെങ്കിലും ആ ബോഡിയുടെ മാസ് ഡിസ്ട്രിബ്യൂഷൻ മാറിക്കഴിഞ്ഞാലും അവിടെ റെസിസ്റ്റൻസ് റൊട്ടേഷൻ മാറും. അപ്പോൾ എനിക്ക് ഈ മാസ് മാത്രമല്ല, ആ മാസ് ആ ബോഡിക്ക് ചുറ്റുമായി എത്രത്തോളം എങ്ങനെയാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ആ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസിനും എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. 3 ഫാക്ടേഴ്സ് ആണ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കാം. ഓൾസോ റൈറ്റ് ദ SI യൂണിറ്റ് ആൻഡ് ദ ഇക്വേഷൻ. സോ ഏറ്റവും ആദ്യം എന്തായിരിക്കും ഇക്വേഷൻ? എടാ എൻ്റെ കയ്യിൽ ഒരു M എന്നുള്ളൊരു ബോഡിയുള്ള മാസ് ഉണ്ട്. അതായത് ഇങ്ങനെ ഒരു R റേഡിയസ് ഉള്ള സർക്കിൾ ഇങ്ങനെ ചുറ്റും കറങ്ങുകയാണെങ്കിൽ നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് I is equal to അതിൻ്റെ M ഇൻറ്റു എത്രയെന്നറിയോ? R². R എന്ന് വെച്ചാൽ സർക്കിൾ റേഡിയസ്. അപ്പോൾ യൂണിറ്റ് നോക്കിയാലോ? അല്ല, മാസിന് യൂണിറ്റ് എത്രയാണ് സാറേ? കിലോഗ്രാം. റേഡിയസിന് യൂണിറ്റ് എത്രയാണ്? മീറ്റർ സ്ക്വയർ. അപ്പം എത്രയാ?
kg/m². അതിലെ മോഡ് തലവരുണ്ടോ? തലവരല്ല. അപ്പോൾ എന്ത് ക്വാണ്ടിറ്റി? സ്കേലർ ക്വാണ്ടിറ്റി ആണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെരി ഗുഡ്. എന്ത് ക്വാണ്ടിറ്റി സാറേ? സ്കേലർ ക്വാണ്ടിറ്റി. കാരണം മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടി. എന്നാൽ ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഞാൻ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ആളെ പറഞ്ഞ പേര് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇത് പലർക്കും ബുദ്ധിമുട്ടായ കാര്യമാണ്. ഞാൻ ഇതിനെ കൺസെപ്റ്റ് ഒന്നും പറഞ്ഞപ്പോൾ അത്ര വലിയ ഡിലേ ആക്കുന്നില്ല. പക്ഷെ ഒരു ലോജിക്ക് എന്താണെന്ന് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഒരു ബോഡി ഉണ്ട്. ആ ബോഡിൻ്റെ നടുവിലൂടെ പോകുന്ന ഒരു ആക്സിസ് ഇങ്ങനെയുണ്ട്. ബോഡി ഇങ്ങനെ ചുറ്റും കറങ്ങുന്നത് വെച്ചോളൂ. ഇപ്പം ഈ ബോഡിക്ക് ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഫോർ എക്സാമ്പിൾ ഒരു 10 kg/m² ഉണ്ടെന്ന് വെച്ചോളൂ. ഞാനിപ്പോൾ ഈ ബോഡിനെ ഈ ടിഷ്യൂ പേപ്പർ ചുരുട്ടുന്ന പോലെ ഞാൻ ഇങ്ങനെ ചുരുട്ടിയതാ ഇപ്പം ഇതേപോലെ ആക്കി. ടിഷ്യൂ പേപ്പർ ചുരുട്ടിക്കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പറിൻ്റെ മാസ് മാറോ? ഇല്ല, അതിന് ഷേപ്പ് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി ഞാനിപ്പോൾ വെക്കുകയാണെങ്കിൽ എനിക്ക് ആദ്യം ചുരുട്ടതിന് മുന്നേയുള്ള ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലേ, അതേ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈ ചുരുട്ടിക്കൂട്ടിയ ഇതേ ടിഷ്യൂവിന് കിട്ടണമെങ്കിൽ ആക്സിസിൽ നിന്നും എത്ര ദൂരത്തിലാണോ നിങ്ങൾ വെക്കേണ്ടത് ആ ദൂരത്തെ നമ്മൾ പറയുന്ന പേരാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഞാൻ ഏറ്റവും ആദ്യം ഈ സാധനത്തിന് ഇവിടെ കൊണ്ടുവച്ചപ്പോൾ എൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നോക്കണം ഒരു 9 kg/m². കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവച്ചപ്പോൾ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ട് ഒരു 11 kg/m². എന്നാൽ ഞാൻ ഇവിടെ കൊണ്ടുവച്ചപ്പോൾ ഇപ്പം ഈ ഡിസ്റ്റൻസ് കൊണ്ടുവച്ചപ്പോൾ എൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എത്രയാണോ 10 kg/m². സേറ്റോസ്കി അങ്ങനെ വെച്ച അതേ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ആക്സിസിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണോ കൊണ്ടുവെക്കുന്നത് ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇതിൽ തന്നെ എൻ്റെ രാമൻകുട്ടി ഒന്ന് തള്ളിക്കേ, എന്താടാ ഇതിന് SI യൂണിറ്റ്? മച്ചാനെ ഇതൊരു ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താടാ? മീറ്റർ. സോ ദ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ യൂണിറ്റ് എപ്പോഴും എന്തായിരിക്കും? മീറ്റർ. കൺസെപ്റ്റോടെ കിട്ടി. ഇനി മറിച്ച് അതല്ല സർ ഇങ്ങനെ തന്നെ ചോദിക്കണം, ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിലോ ദാ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അതേ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടണമെങ്കിൽ നിങ്ങൾ എത്ര ഡിസ്റ്റൻസിലാണോ വെക്കേണ്ടത് എവിടെ നിന്നും ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, മൊമെന്റ് ഓഫ് ഇനേഷ്യൻ്റെ ഇക്വേഷൻ നമ്മൾ തൊട്ടു മുന്നേ I = mr² എന്നല്ലേ പറഞ്ഞത്? എന്നാൽ ഇവിടെ മാസ് ഇൻറ്റു റേഡിയസിന്റെ സ്ഥാനത്ത് ആക്ച്വലി ആരാ? ഈ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ അല്ലെങ്കിൽ K എന്ന് പറയുന്നത്. അപ്പോൾ r² ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? K². അപ്പോൾ K² കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി സാറേ? M താഴേക്ക് വന്നാൽ മതി. സോ M താഴേക്ക് വന്നത് പോരെ. സോ K² I/m കിട്ടി. അങ്ങനെ K എത്ര ആയിരിക്കും? വെരി ഗുഡ്. K = എനിക്ക് എത്ര പറയാൻ പറ്റും? വെരി ഗുഡ്, I/m. ഇത് ചെയ്താലും യൂണിറ്റ് കിട്ടും കേട്ടോ. പക്ഷെ ലോജിക്ക് വെച്ച് യൂണിറ്റ് കണ്ടെത്തിയാലും മതി, ഒരു കുഴപ്പമില്ല. എന്നാൽ ഈ റേഡിയസ് ഓഫ് ഗൈറേഷനുമായി ബന്ധപ്പെട്ട അതേപോലെ മൊമെന്റ് ഓഫ് ഇനേഷ്യൻ്റെ ചില ബോഡീസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ സ്ഥിരമായി ചോദിക്കാറുണ്ട്. നമുക്കൊരു ചെറിയ ചോദ്യം ഇങ്ങനെ നോക്കാം. നമ്മൾ ഇത്രയും ബോഡീസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ചോദിക്കാം, ചിലപ്പോൾ അതിൽ നിന്നും റേഡിയസ് ഓഫ് ഗൈറേഷൻ ചോദിക്കാം. റെയറായിട്ടാണ് കണ്ടത്. പക്ഷേ അറിയാലോ, റേഡിയസ് ഓഫ് ഗൈറേഷൻ ചോദിച്ചാൽ ട്രാപ്പ് എന്താണെന്ന് വെച്ചാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ അറിഞ്ഞാൽ മാത്രമേ അതിനെ കൊണ്ട് മാസ് ഡിവൈഡ് ചെയ്ത് റൂട്ട് എടുക്കണം, എന്നാലേ എന്ത് കിട്ടുള്ളൂ? റേഡിയസ് ഓഫ് ഗൈറേഷൻ കിട്ടുള്ളൂ. നമുക്ക് ചെയ്ത് നോക്കിയാലോ. നമുക്ക് ആദ്യം ബോഡീസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യയും പിന്നെ റേഡിയസ് ഓഫ് ഗൈറേഷൻ നോക്കാം. ഏറ്റവും ആദ്യം ഒരു സർക്കുലർ റിംഗ് ഉണ്ട്. അതിൻ്റെ ആക്സിസിന് ഇതേപോലെ റിംഗ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യൻ ഇക്വേഷൻ ആണ് mr². അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടെത്തുക? സാറേ സോ സിമ്പിൾ. എങ്ങനെ പറഞ്ഞോ? K = എത്രയാണ്? √I/m. Iൻ്റെ വാല്യൂ എത്രയാ? mr² ഡിവൈഡ് ബൈ m വാഴത്തണ്ട് പോലെ വെട്ടി √r². നമുക്ക് എന്ത് കിട്ടും? R. അത്രയേ ഉള്ളൂ. അടുത്തത് അതേ റിംഗ് തന്നെ ഞാൻ ആക്സിസ് പാരലായിട്ട് ഇങ്ങനെ കിടന്ന് സാഷ്ടാംഗം പ്രണമിച്ച് നിൽക്കുന്ന ആക്സ് ആണെങ്കിൽ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യാണ് mr²/2. അപ്പോൾ Kൻ്റെ വാല്യൂ എത്രയായിരിക്കും? √I/m അല്ലേ? അതിൻ്റെ സ്ഥാനത്ത് mr²/2 ഹോൾ ഡിവൈഡ് ബൈ m വാഴത്തണ്ട് √r²/2 വിച്ച് ഈസ് എത്ര കിട്ടും? R/√2. ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഫൈനൽ ഇക്വേഷൻ കാണാപ്പാടം പഠിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഇതെങ്ങനെ വരുന്നു എന്ന് ഞാൻ കാണിച്ചു തരാൻ കാരണം. അടുത്തത് ഇതേ സാധനം റോഡാണെങ്കിൽ ഒരു വടി പോലെയാണെങ്കിൽ അതിന് സെൻറ്ററിന് നേരെ അങ്ങനെ തൂക്കിയിട്ടിട്ടുള്ള പെർപെൻഡിക്കുലറായി നിൽക്കുന്ന ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂ ആണ് ml²/12. അപ്പോൾ Kൻ്റെ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുമടാ? L/ എത്ര കിട്ടും? √12. സോ സിമ്പിൾ. അടുത്തത് ഡിസ്ക്. സാറേ സീൻ മാറും മോനെ. അതെ സീൻ മാറി സർ. ഡിസ്കിൻ്റെ ഈ ഒരു പോയിന്റ് നിന്ന് പെർപെൻഡിക്കുലറായി നിൽക്കുന്ന ആക്സിലൂടെ മൊമെന്റ് ഓഫ് ഇനേഷ്യൻ ഇക്വേഷൻ ആണ് mr²/2. സർ ഞാൻ ചെയ്യൂല, കാരണം എന്താ? ജാടയല്ല, തൊട്ട് മുന്നേ ചെയ്തതാടാ. mr²/2 മൊമെന്റ് ഓഫ് ഇനേഷ്യത്തിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ വാല്യൂ എത്രയാ? R/√2. അപ്പോൾ പിള്ളേച്ച സെയിം ആൻസർ എത്രയാ? K = R/√2. എന്നാൽ ഇതേ ഡിസ്കിനെ തന്നെ നമ്മൾ പാരലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ വാല്യൂ ആണ് mr²/4. അപ്പോൾ Kൻ്റെ വാല്യൂ എത്രയായിരിക്കും? √I/m ചെയ്യാം. സോ അതിന്റെ വാല്യൂ mr²/4 ആണ് ഡിവൈഡ് ബൈ m കട്ടായി പോയി √r²/4 വിച്ച് ഈസ് ഈക്വൽ ടു R/2. നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചോ? ഇല്ലല്ലോ, എനിക്കറിയാം. നമുക്ക് കണ്ടോ? നോക്കിയേ. റിംഗിൻ്റെ ആവട്ടെ ഡിസ്കിന്റെ കേസ് ആവട്ടെ, ഡിസ്ക് പെർപെൻഡിക്കുലർ നിൽക്കുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ നേരെ പകുതിയായിരിക്കും പാരലായി നിൽക്കുന്ന mൊമെന്റ് ഓഫ് ഇനേഷ്യ. പെർപെൻഡിക്കുലർ mr², പാരലൽ /2 mr²/2. ഡിസ്ക് നോക്കിയേ, പെർപെൻഡിക്കുലർ നിൽക്കുന്ന
നിൽക്കുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ എം ആർ സ്ക്വയർ ബൈ 2 എത്രയാ എം ആർ സ്ക്വയർ 2/2 പാരലായി നിൽക്കുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ വിച്ച് ഈസ് എം ആർ സ്ക്വയർ ബൈ 4. സോ എത്രയാണോ പെർപെൻഡിക്കുലർ അതിന്റെ നേരെ പകുതി /2 ആയിരിക്കും പാരലായി നിൽക്കുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ. എടാ ചെറിയ ഷോർട്ട് കട്ട് ആട്ടോ, ഐഡിയ കിട്ടിയോ? സോ ഇതിനെ കൂടെ നമുക്കൊരു 3 ഷേപ്പും കൂടി പറയാം. 2 സിലിണ്ടർ, ഒന്ന് ഹോളോ സിലിണ്ടറും അതേപോലെ സോളിഡ് സിലിണ്ടറും. ഹോളോ സിലിണ്ടർ ആണെങ്കിൽ അതിന് മൊമെന്റ് ഓഫ് ഇനേഷ്യ എം ആർ സ്ക്വയർ ആണ്, അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ നമുക്ക് R എന്ന് കിട്ടും. എന്നാൽ ഇതേ സാധനം അത് ഹോളോന് പകരം സോളിഡ് ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എം ആർ സ്ക്വയർ ബൈ 2, കെന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? R/√2. എന്നാൽ ഇതിന് പകരമായി ഒരു സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ വാല്യൂ ആണ് 2/5 എം ആർ സ്ക്വയർ. അപ്പോൾ കെന്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് സ്വന്തമായി ചെയ്യാൻ കഴിയും നോക്കി. ഞാൻ ഫൈനൽ ആൻസർ പറയാം. സ്വന്തമായി ചെയ്യണേ, ചെയ്യടാ. K എത്ര കിട്ടും? 2/5. സാറല്ല സാർ മൊത്തം കാണാപ്പാടം. ഇതിങ്ങനെ തന്നെ ചോദിക്കുള്ളൂ, അത് ഡിറൈവേഷൻ ഇല്ല, നമുക്ക് പഠിക്കാനില്ല. അതുകൊണ്ടാണ് നേരെ ഒന്നും തോന്നരുത്, പ്രാകരുത്, വെറുതെ കേട്ടോ. അതായത് കൺസെപ്റ്റ് അറിയില്ല, ഇതേപോലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യും. അതിൽ നിന്നും റേഡിയസ് ഓഫ് ഗൈറേഷൻ അത് ബൈ ഹാർട്ട് ചെയ്ത് √5/m എടുക്കണം മക്കളെ. റേഡിയസ് ഓഫ് ഗൈറേഷൻ മൊമെന്റ് ഓഫ് ഇനേഷ്യ കഴിഞ്ഞു. നേരെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആൻഡ് ആംഗുലാർ മൊമെന്റം, അതേപോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. സത്യം പറഞ്ഞാൽ നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യയും ആംഗുലാർ മൊമെന്റും നമ്മൾ റിലേഷൻ ചെയ്യണമെങ്കിൽ ആംഗുലാർ മൊമെന്റ് ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, R × P × sin θ, അല്ലെങ്കിൽ θ 90 ആണെങ്കിൽ sin 91. എന്നാൽ Pന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ, മാസ് × വെലോസിറ്റി അല്ലേ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സാറേ, ദാറ്റ് ഈസ് R × മാസ് × വെലോസിറ്റി. എന്നാൽ വിന്റെ സ്ഥാനത്ത് നമുക്ക് V = ωr, ലീനിയർ വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ R × m × ωr. നോക്കിയേ, ആറും ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ L = m × r² × ω. പരിചയമുണ്ടോ? mr² എന്താടാ? മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഷോർട്ട് പേരല്ലേ, ചെല്ലപ്പേരല്ലേ. സോ L = mr² സ്ഥാനത്ത് I × ബാക്കി നമുക്ക് എന്താണുള്ളത്? ഒമേഗ. സോ L = എന്ത് കിട്ടി? I⍵. ഇതാണ് മറ്റേ സാധനം. ഓർമ്മണ്ടോ? നേരെ പഠിച്ചോ. ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. റീകോൾ ഓഫ് ദ നിങ്ങൾ പഠിച്ചത് എന്താ? ഫോഴ്സ് 0 ആണെങ്കിൽ ലീനിയർ മൊമെന്റം കോൺസ്റ്റന്റ്. ഇവിടെ ഫോഴ്സ് ആണോ? റൊട്ടേഷൻ അൺലോഗ് ഓഫ് ഫോഴ്സ് ആരാ? ടോർക്ക്. അപ്പൊ ടോർക്ക് 0 ആയി കഴിഞ്ഞാൽ റൊട്ടേഷൻ അൺലോഗ് ഓഫ് ലീനിയർ മൊമെന്റം 0 ആയേ പറ്റൂ. ആംഗുലാർ മൊമെന്റം 0 ആയേ പറ്റൂ. ഒരു വെടിക്ക് 2 പക്ഷി. ഒന്ന് വായിച്ചു നോക്കിയേ. ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ടോർക്ക്, ടോട്ടൽ ആംഗുലാർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ശരിയാണല്ലോ, അത് അങ്ങനെ വന്നേ പറ്റൂ. അതിനർത്ഥം ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് L = കോൺസ്റ്റന്റ്. L കോൺസ്റ്റന്റ് ആണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? I × ω = കോൺസ്റ്റന്റ്. I × ω = കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ അതായത് ഉത്തമ. അതിനർത്ഥം എന്താ? I കൂടിക്കഴിഞ്ഞാൽ ഒമേഗ കുറഞ്ഞേ പറ്റൂ. I കുറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ എന്തായേ പറ്റൂ? കൂടിയേ പറ്റൂ. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. ഇത് വെച്ചൊക്കെ ചോദ്യം ചോദിക്കും മക്കളെ. ഈ ഫിഗർ കണ്ടോ? മറക്കൂല, ചോദിച്ചേ പറ്റൂ. ശ്രദ്ധിക്കണം, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്റർ സർ ഈ ഷോർട്ട് ക്വസ്റ്റ്യൻസിൻ്റെയും ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ സർ ഞാൻ പറയട്ടെ, ഈ ടൈപ്പ് ചോദ്യങ്ങളും അതേപോലെ ഈ തൊട്ടുപോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റും, മൂന്നാമത്തത് dL/dt = ഇത് മൂന്നുമാണ് ഇതിൻ്റെയും ഷുവറായിട്ട് വരാൻ ചാൻസ് ഉള്ളത്. ശ്രദ്ധിക്കണേ, പ്രിഫറൻസ്. അപ്പം നേരെ പിടിക്കാം. ചോദ്യം, based on the law of conservation of angular momentum, how does the speed of a ballet dancer vary when she stretches her arms and legs? ഒരു കുട്ടി നേരെ ആം അങ്ങോട്ടേക്ക് സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആം സ്ട്രെച്ച് ചെയ്യുമ്പോൾ റേഡിയസ് കൂടൂലേ? I = mr² അല്ലേ. അപ്പോൾ റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടിക്കഴിഞ്ഞാൽ ഒമേഗയുടെ വാല്യൂ എന്താവും സാറേ? കുറയും. അതിനർത്ഥം ഞാൻ എങ്ങനെ സ്പീഡിൽ പോകുന്ന ആള് പതുക്കെ പോകും, ഇങ്ങനെയാവും. മനസ്സിലായോ? സോ റേഡിയസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആംഗുലാർ വെലോസിറ്റി ഡിക്രീസ് ആവുന്നു. അപ്പോൾ ഓപ്ഷൻ ബിയിലേക്ക് നോക്കാം. ഫോൾഡിങ് എർ ആംസ് ആൻഡ് ലെഗ്സ്, ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുന്നു. ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ റേഡിയസിന്റെ വാല്യൂ കുറയും. റേഡിയസിന്റെ വാല്യൂ കുറയുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയും. മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയുമ്പോൾ സർ അവർ രണ്ടാൾ കീരിയും പാമ്പുമാണ്. അപ്പോൾ ഒമേഗയുടെ വാല്യൂ എന്താവും? കൂടും. അതിനർത്ഥം ഞാൻ ഇങ്ങനെ പോകുന്ന ആള് ഞാൻ ഉള്ളിലേക്ക് നേരെ ഫോൾഡ് ചെയ്യാൻ പോണേ, ആം സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് സ്പീഡ് കൂടി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ശ്രദ്ധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഏത് ലോ ആണെന്ന് ചോദിക്കും. ശ്രദ്ധിച്ച്, എ ഗേൾ റൊട്ടേറ്റ്സ് ആൻഡ് സ്വിവൽ ചെയർ ആർ ഷോൺ ബിലോ. വാട്ട് ഹാപ്പൻസ് ടു ഹർ ആംഗുലാർ സ്പീഡ് വെൻ ഷീ സ്ട്രെച്ചസ് ഹർ ആംസ്? ആം സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? റേഡിയസ് കൂടും. റേഡിയസ് കൂടുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുമ്പോൾ ഒമേഗ കുറയും. ഇതാണ് ഞാൻ പറഞ്ഞ ചോദ്യം. നെയിം ആൻഡ് സ്റ്റേറ്റ് ദ കൺസർവേഷൻ ലോ അപ്ലൈഡ് ഫോർ ജസ്റ്റിഫിക്കേഷൻ. ഇതിനെ പറയുന്ന പേരാണ് മച്ച ലോ ഓഫ് ദ കൺസർവേഷൻ ഓഫ് ഏത് മൊമെന്റ് എന്ന് മാത്രമേ ഇതേ സാറേ
തെറ്റി. എന്ത് മൊമെന്റാ? വെരി ഗുഡ്, ആംഗുലാർ. ഐ റിപ്പീറ്റ്, ആംഗുലാർ മൊമെന്റം മുദ്ര ഇമ്പോർട്ടൻ്റ് ആണ്. കൺസെപ്റ്റ് കിട്ടി സർ. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ദാറ്റ് ഈസ് ഈ ചോദ്യം. ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഹോൾ മാസ് ഓഫ് ദ ബോഡി ഈസ് സപ്പോസ്ഡ് ടു ബി കോൺസെൻട്രേറ്റഡ് ഈസ് കോൾഡ്. എടാ ഈ ഒരു പോയിന്റ്, ആ ടോട്ടൽ മാസും ഒരൊറ്റ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ സെന്ററിനെ നമ്മൾ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് ദ സെന്റർ ഓഫ് മാസ്, അല്ലെങ്കിൽ COM. ഒരു മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. എടാ ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ്. എടാ റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ ചാപ്റ്ററിൽ വരുന്ന ഒരേ ഒരു ബേസിക്കലി ആയിട്ടുള്ള ഒരു ഡിറൈവേഷൻ ഒന്ന് നോക്കിയാടാ. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ദ കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ dl/dt = കൂടാതെ ഒരു ചെറിയ ഡിറൈവേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒന്ന് ശ്രദ്ധിച്ചേ. ദാറ്റ് ഈസ് നമ്മുടെ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി ഇക്വേഷൻ ചോദിച്ചത്. എടാ നമുക്ക് കൈനറ്റിക് എനർജിക്ക് ആകെ തള്ളാൻ ഒറ്റ ഇക്വേഷൻ അറിയുള്ളൂ, എന്താ? ½ mv². എന്നാൽ എടാ വെലോസിറ്റിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ എഴുതിക്കൂടെ ω/r, അപ്പോൾ ഹോൾ സ്ക്വയർ. സർ അങ്ങനെ ½ m × ω²r². ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല സാർ, ഇതൊരു പ്രശ്നമാക്കാൻ പോവാണ്. എവിടെടാ? ഒന്നുമില്ല. m × r² പരിചയമുണ്ടോ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mr² സ്ഥാനത്ത് I എഴുതുന്നു, പിന്നെ ω² അതേപോലെ എഴുതുന്നു. കിട്ടി. റൊട്ടേഷണൽ ബോഡിയുടെ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേറ്റിംഗ് ബോഡി ½ ω². സാർ പറ്റിച്ചു, 2 അല്ല 3 സ്റ്റെപ്പ് ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യണേ, അതുകൊണ്ട് പറ. ജസ്റ്റ് കിട്ടിങ്. അവിടാ പരിപാടി കഴിഞ്ഞു. എല്ലാ കാര്യം സെറ്റ് ആവുകയാണെങ്കിൽ എടാ ഒന്ന് ശ്രദ്ധിക്കണേ. അതെ ഈ ഒരു ചോദ്യം, ഇൻ ദ ഫിഗർ വിച്ച് ഹാസ് മോർ ആംഗുലാർ വെലോസിറ്റി. ഒന്ന് കഴിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് ഈ ഒരു ചോദ്യം ഫിഗർ 1 ഫിഗർ 2 ഏതാണ് ആംഗുലാർ വെലോസിറ്റി കൂടണം? സർ ആംഗുലാർ വെലോസിറ്റി ഏറ്റവും കൂടണമെങ്കിൽ സർ അതിനർത്ഥം മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയണം. മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയണമെങ്കിൽ ആര് കുറയണം? റേഡിയസ് കുറയണം. ഫിഗർ 1 ആണോ ഫിഗർ 2 ആണോ റേഡിയസ് കൂടുതൽ? ഇവൻ എൻ്റെ മോനെ ഇത്രയും റേഡിയസാ, ഇവൻ കുറച്ച് റേഡിയസേ ഉള്ളൂ. എടാ നിങ്ങൾ ഇതിന് മുമ്പ് ചെറിയൊരു വേറെ ടൈപ്പ് ചോദ്യം കണ്ടു. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് നോട്ടീസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വെച്ചു. ദ പോസിബിലിറ്റി ഓഫ് എ ഫോളിംഗ് ബാക്ക്വേർഡ് വിത്ത് എ ലാഡർ. ഇത് ആക്ച്വലി ഷോ ക്വസ്റ്റ്യൻസിൽ വരുന്നതല്ല, ബട്ട് സ്റ്റിൽ അറിയാലോ ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രതീക്ഷിക്കാം. നോക്കിയേ, അതായത് പോസിബിലിറ്റി ഓഫ് ഫോളിംഗ് ബാക്ക്വേർഡ് വിത്ത് എ ലാഡർ ഈസ് മോർ വെൻ യു ആർ ഹൈ അപ്പോൺ ദ ലാഡർ ദാൻ വെൻ യു ജസ്റ്റ് ബിഗിൻ ടു ക്ലൈംബ്. നിങ്ങൾ ഇതേപോലെ ഒരു കോടി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടാം സ്റ്റെപ്പ് നിൽക്കുന്ന ഞാനും അതേപോലെ 7ാം സ്റ്റെപ്പിൽ നിൽക്കുന്ന എൻ്റെ കുഞ്ഞാപ്പിയോ ആണെങ്കിൽ എടാ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. ആരാ ഏറ്റവും ആദ്യം തലടിച്ച് വീഴ? കുഞ്ഞാപ്പി. കാരണം എന്താ? ഒന്ന് ഇതും കൂടി ഇത് കമൻറ്റ് ചെയ്യാൻ പറ്റും. നോക്കി, കുഞ്ഞാപ്പി ഇത് കമൻറ്റ് ചെയ്യണ്ട, അല്ലെ ആരാ പെട്ടെന്ന് തലടിച്ച് വീഴുക? ഒന്ന് കമൻറ്റ് ചെയ്തേ. സെക്കൻഡ് ആളാണോ അല്ലെങ്കിൽ 7ാമത്തെ പുഷിൽ നിൽക്കുന്ന ആളാണോ? വൈ അതെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത്. ഞാൻ അത് രണ്ടും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലബ് ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞാൽ ഇതൊരു ഔട്ട് ഓഫ് ബോക്സ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അപ്പോൾ ഇതോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ സിസ്റ്റം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ചാപ്റ്റർ കാണുന്നവരെ സൈൻ ഓഫ് ചെയ്തിട്ട് ബൈ.